ഹലോ, നമസ്കാരം. നമുക്ക് മോഡ്യൂൾ 4 നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. മോഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് ആണ്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് മെയിനായിട്ട് 5 പാർട്സ് ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ സിലിണ്ടർ വിത്ത് പിസ്റ്റൺ റോഡ്, കണക്റ്റിംഗ് റോഡ് ആൻഡ് ക്രാങ്ക്. പിന്നെയുള്ളത് സക്ഷൻ പൈപ്പ്, ഡെലിവറി പൈപ്പ്, സക്ഷൻ വാൽവ്, ഡെലിവറി വാൽവ്. അപ്പോൾ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. വർക്കിംഗ് നിങ്ങൾക്കറിയാം, ഒരു പമ്പ് നമ്മൾ എൻജിൻ്റെ പോലെ തന്നെയാണ് അതിൻ്റെ വർക്കിംഗ്. കാരണം അത് ക്രാങ്ക് കണക്റ്റിംഗ് റോഡ് അറേഞ്ച്മെൻറ്റ് വഴി റോട്ടറി മോഷനെ റെസിപ്രോക്കേറ്റിംഗ് മോഷനാക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതിൽ ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സക്ഷനിലെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, കണക്റ്റിംഗ് റോഡ് കണ്ടിട്ടുണ്ട്, ക്രാങ്ക് ഉണ്ട്. അപ്പോൾ കണക്റ്റിംഗ് റോഡും ക്രാങ്കും തമ്മിൽ കണക്ട് ചെയ്തിട്ട് അത് തമ്മിലുള്ള ആ ലിങ്കേജ് വഴിയാണ് പിസ്റ്റണിന് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കിട്ടുന്നത്. അപ്പോൾ ഫിഗറിൽ നമുക്ക് അറിയാം, സക്ഷൻ സ്ട്രോക്ക് ആണെങ്കിൽ നമ്മളുടെ ക്രാങ്കിൻ്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ് എങ്കിൽ പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് സിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ്. ആ പോയിൻ്റ് എയിൽ നിന്ന് സിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റൺ ലെഫ്റ്റ് എക്സ്ട്രീം എൻഡിൽ നിന്ന് റൈറ്റ് എക്സ്ട്രീം എൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുക? ആ സമയത്ത് ഒരു നെഗറ്റീവ് പ്രഷർ സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നെഗറ്റീവ് പ്രഷർ എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിനും പ്രഷറിലും കുറഞ്ഞ പ്രഷറാണ്. നമ്മളുടെ സമ്പ് എപ്പോഴും അറ്റ്മോസ്ഫിയറിന് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതിലും കുറഞ്ഞ പ്രഷറാണ് സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ ഡിഫറൻസ് കൊണ്ട് സക്ഷൻ ഒരു വാൽവുണ്ട്, ആ സക്ഷൻ വാൽവ് തുറക്കും. അപ്പോൾ സക്ഷൻ വാൽവ് തുറക്കുമ്പോൾ നെഗറ്റീവ് പ്രഷർ ആയത് കാരണം വെള്ളം തള്ളിക്കയറും. അറ്റ്മോസ്ഫിയർ പ്രഷറിലും കുറഞ്ഞ പ്രഷർ ആയതുകൊണ്ട് വെള്ളം തള്ളിക്കയറി സിലിണ്ടറിലേക്ക് വരും. പിന്നീട് അടുത്ത സ്ട്രോക്ക് എന്ന് വെച്ചാൽ എന്താണ്? സിയിൽ നിന്ന് എയിലേക്കാണ് മൂവ്മെൻറ്റ്. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്കുള്ളത് 0 to 180 ഡിഗ്രിയാണ് ക്രാങ്ക് ആംഗിൾ. സിയിൽ നിന്ന് എയിലേക്കാകുമ്പോൾ ഈ അടുത്ത ഫിഗറിലേക്ക് സിയിൽ നിന്ന് എയിലേക്കാകുമ്പോൾ 180 to 360 ആണ് ക്രാങ്ക് ആംഗിൾ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ, അങ്ങനെ റൊട്ടേഷൻ വരുമ്പോൾ പിസ്റ്റൺ റൈറ്റ് എക്സ്ട്രീമിൽ നിന്ന് ലെഫ്റ്റ് എക്സ്ട്രീമിലേക്ക് മൂവ് ചെയ്യും. എന്നുവെച്ചാൽ ഇടതുവശത്തേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ നേരത്തെ സിലിണ്ടറിലേക്ക് കയറിയ വെള്ളം ആ വെള്ളത്തിന് പ്രഷർ കൂടും. ആ പ്രഷർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിലും കൂടുതൽ പ്രഷർ വരും. അപ്പോൾ ഡെലിവറിയിൽ ഒരു വാൽവുണ്ട്, ആ വാൽവിന് തുറക്കും, ആ വാൽവിനെ തള്ളി തുറക്കും. ആ പ്രഷർ കൊണ്ട് തള്ളി തുറന്നിട്ട് ഈ വെള്ളം ഡെലിവറി പൈപ്പിലൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ ഈ വാൽവുകളെല്ലാം നോൺ റിട്ടേൺ വാൽവാണ്. നോൺ റിട്ടേൺ വാൽവ് എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷൻ മാത്രമേ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുള്ളൂ. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ കൂടെയുള്ള ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് കാണാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്യാപിറ്റൽ D ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ആയിട്ട് എടുക്കണം. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ പിസ്റ്റൺ എത്രയ്ക്ക് 5/4d² ആയിരിക്കും. സ്മോൾ r റേഡിയസ് ഓഫ് ക്രാങ്ക്, ക്യാപിറ്റൽ N RPM ഓഫ് ദി ക്രാങ്ക്, ക്യാപിറ്റൽ L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക്, അത് 2r ആണ്. HS is the height of axis of cylinder from the water surface in the sump. HD is the height difference between the cylinder axis and the delivery pipe to the reservoir or delivery tank. Volume of water delivered in one revolution is area into length of stroke, that is capital A into capital L. Number of revolutions per second is n/60. N is the RPM. So in terms of RPS, revolution per second, it is n/60. Discharge of pump per second is equal to
discharge in one revolution into number of revolutions per second, that is A into L into n by 60, that is ALN by 60. Now weight of water delivered is W is equal to rho Q into G, that is rho into G into ALN by 60. നമുക്ക് വർക്ക് ഡൺ ബൈ ദ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ലിഫ്റ്റഡ് പെർ സെക്കൻഡ് ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് ത്രൂ വിച്ച് ദ വാട്ടർ ഈസ് ലിഫ്റ്റഡ്, ദാറ്റ് ഈസ് W ഇൻറ്റു HS പ്ലസ് HD. HS പ്ലസ് HD ആണ് ടോട്ടൽ ഹൈറ്റ് ത്രൂ വിച്ച് ദ വാട്ടർ ഈസ് ലിഫ്റ്റഡ്. വെയിറ്റ് നമുക്കറിയാം വെയിറ്റ് ഈസ് ഈക്വൽ റോ G ഇൻറ്റു LAN ബൈ 60 ആണ്. അപ്പോൾ വെയിറ്റിൻ്റെ ഫോർമുല ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് കിട്ടും. വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് പവർ. ആ പവറിന് അതിനെ കിലോ വാട്ടിലേക്ക് ആക്കണമെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റോ G ഇൻറ്റു LAN ബൈ 60 ഇൻറ്റു 1000 ഇൻറ്റു HS പ്ലസ് HD കിട്ടും. അങ്ങനെ നമുക്ക് റോ G LAN HS പ്ലസ് HD ഡിവൈഡ് ബൈ 60,000 കിലോ വാട്ട് കിട്ടും. ഇനി നമുക്ക് ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്ക് ഡൺ നോക്കാം. ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് വെച്ചാൽ പിസ്റ്റണിൻ്റെ രണ്ട് സൈഡിലും ഫ്ലൂയിഡിൻ്റെ കംപ്രഷൻ നടക്കുന്നുണ്ട്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിനാണ് ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും സക്ഷൻ പൈപ്പ് ഉണ്ടാവും, ഡെലിവറി പൈപ്പും ഉണ്ടാവും. അപ്പോൾ നോക്കാം. നമുക്ക് അതിൻ്റെ ഡിസ്ചാർജ് കാണാൻ വേണ്ടി D ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ, ക്യാപിറ്റൽ D ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ, സ്മോൾ d ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ റോഡ്. അങ്ങനെ വരുമ്പോൾ പിസ്റ്റൺ ഉള്ള സൈഡിലുള്ള ഏരിയ എന്ന് വെച്ചാൽ π/4 d² ആണ്. ഇനി കണക്റ്റിംഗ് റോഡുള്ള സൈഡിലുള്ള ഏരിയ എന്ന് വെച്ചാൽ π/4 d² മൈനസ് π/4 ഇൻറ്റു സ്മോൾ d² ആവും. അതെന്ന് വെച്ചാൽ π/4 ഇൻറ്റു d² മൈനസ് ക്യാപിറ്റൽ D² മൈനസ് സ്മോൾ d² ആവും. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ വൺ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ A ഇൻറ്റു ലെങ്ത് ഓഫ് സ്ട്രോക്ക് പ്ലസ് A1 ഇൻറ്റു ലെങ്ത് ഓഫ് സ്ട്രോക്ക് ആവും. അപ്പോൾ π/4 d² പ്ലസ് π/4 d² മൈനസ് സ്മോൾ d² ഇൻറ്റു L ആവും. ഡിസ്ചാർജ് ഓഫ് പമ്പ് എന്ന് വെച്ചാൽ വോളിയം ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻ വൺ റെവല്യൂഷൻ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. അപ്പോൾ π/4 d² പ്ലസ് π/4 ക്യാപിറ്റൽ D² മൈനസ് സ്മോൾ d² ഇൻറ്റു L ഇൻറ്റു n ബൈ 60 ആവും. ഇനി ഈ സ്മോൾ d എന്ന് പറയുന്നത് പിസ്റ്റൺ റോഡിൻ്റെ D ആണ്. അത് പിസ്റ്റണിൻ്റെ ഡയമീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് ആ സ്മോൾ d എന്ന് പറഞ്ഞതിനെ അവോയ്ഡ് ചെയ്യാം, അതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ 2ALN ബൈ 60 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമുക്ക് അതിൻ്റെ സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അല്ലെങ്കിൽ സിംഗിളായിട്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഡിസ്ചാർജിൻ്റെ 2 times ആണ് ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഡിസ്ചാർജ്. സിംഗിൾ ആക്ടിങ്ങിൻ്റെത് LAN ബൈ 60 ആയിരുന്നു, ഡബിൾ ആക്ടിങ്ങിൻ്റെത് 2LAN ബൈ 60 ആണ്. വർക്ക് ഡൺ ബൈ ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ വെയിറ്റ് ഓഫ് വാട്ടർ ഡെലിവേർഡ് ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 റോ G ഇൻറ്റു LAN ബൈ 60 ഇൻറ്റു HS പ്ലസ് HD കിട്ടും. പിന്നീട് പവർ കിലോ വാട്ടിൽ കിട്ടണമെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ 1000 ചെയ്യുക. അപ്പോൾ പവർ റിക്വയർഡ് എന്ന് വെച്ചാൽ 2 ഇൻറ്റു റോ G ഇൻറ്റു LAN ഇൻറ്റു HS പ്ലസ് HD ഡിവൈഡ് ബൈ 60,000 കിട്ടും. ഇനി സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഫിനോമിനാണ്. എന്താണ് സ്ലിപ്പ് എന്ന് വെച്ചാൽ? സ്ലിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് തിയററ്റിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജ് ഓഫ് ദ പമ്പ് തമ്മിലുള്ള വ്യത്യാസമാണ് സ്ലിപ്പ്. എപ്പോഴും തിയററ്റിക്കൽ ഡിസ്ചാർജ് കൂടുതലായിരിക്കും, ആക്ച്വൽ ഡിസ്ചാർജ് കുറവായിരിക്കും. അതുകൊണ്ട് സ്ലിപ്പ് എപ്പോഴും സ്ലിപ്പ് എന്ന് വെച്ചാൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് മൈനസ് ആക്ച്വൽ ഡിസ്ചാർജ് ആണ്. അപ്പോൾ സ്ലിപ്പ് ജനറലി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സ്ലിപ്പിനെ പെർസെൻറ്റേജ് സ്ലിപ്പായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് വെച്ചാൽ Q തിയററ്റിക്കൽ മൈനസ് Q ആക്ച്വൽ ഡിവൈഡ് ബൈ Q തിയററ്റിക്കൽ ഇൻറ്റു 100 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1 മൈനസ് Q ആക്ച്വൽ ഡിവൈഡ് ബൈ Q തിയററ്റിക്കൽ ഇൻറ്റു 100 എന്ന് കിട്ടും. അപ്പോൾ 1 മൈനസ് CD ഇൻറ്റു 100 എന്ന് കിട്ടും.
where CD is the coefficient of discharge. ഇനി ചില കേസിൽ സ്ലിപ്പ് നെഗറ്റീവ് വരാം. എന്ന് വെച്ചാൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് കുറവായിരിക്കും, ആക്ച്വൽ ഡിസ്ചാർജ് കൂടുതലായിരിക്കും. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഡെലിവറി പൈപ്പ് ഷോർട്ട് ആണെങ്കിലോ, അല്ലെങ്കിൽ സക്ഷൻ പൈപ്പ് വളരെ ലോങ് ആണെങ്കിലോ, അല്ലെങ്കിൽ പമ്പ് റണ്ണിങ് അറ്റ് ഹൈ സ്പീഡിലാണോ, ഇങ്ങനെ 3 കേസിലാണ് നെഗറ്റീവ് സ്ലിപ്പ് വരുന്നത്.